നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വരവ് ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ട്രെയിനുകൾ യാത്രക്കാർക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത്. ഇതുവരെ 100ഓളം ട്രെയിനുകളാണ് ഇന്ത്യയിലുടനീളം സർവീസ് നടത്തുന്നത്. ഇപ്പോഴത്തെ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം 24 കോച്ചുള്ള വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ കോച്ചുകൾ 2026 ഓഗസ്റ്റിൽ പുറത്തിറങ്ങും. സ്ലീപ്പർ വണ്ടികളുടെ നിർമ്മാണം ആരംഭിച്ചതായി ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ സുബ്ബറാവു അറിയിച്ചു. 16 കോച്ചടങ്ങിയ 10 വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടികളുടെ നിർമ്മാണം നടക്കുകയാണ്. ഇതിൽ ആദ്യ ട്രെയിൻ ഉടനെ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. ചെയർകാർ കോച്ചുകൾ അടങ്ങിയ 75 വന്ദേ ഭാരത് ട്രെയിനുകളാണ് കഴിഞ്ഞ ജൂലൈ വരെ ICFൽ നിർമ്മിച്ചത്. 12 കോച്ചടങ്ങിയ വന്ദേ മെട്രോ തീവണ്ടിയുടെ പരീക്ഷണോട്ടം പൂർത്തിയാക്കി വെസ്റ്റേൺ റെയിൽവേക്ക് കൈമാറി കഴിഞ്ഞു. ആധുനിക സൗകര്യങ്ങളോടുകൂടി 22 സ്ലീപ്പർ കോച്ചടങ്ങിയ ആദ്യ അമൃത് ഭാരത് ട്രെയിൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുറത്തിറങ്ങിയിരുന്നു. യാത്രക്കാർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലുമായി നടപ്പ് സാമ്പത്തിക വർഷം 3457 കോച്ച് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും സുബ്ബറാവു കൂട്ടിച്ചേർത്തു. ICF ആണ് വന്ദേ ഭാരതിന് രൂപം നൽകി നിർമ്മിച്ചത്. നിരവധി രാജ്യങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിനായി ഇതിനോടകം താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞ വിലയടക്കമുള്ള സവിശേഷതകളാണ് വിദേശ രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം. തുടർന്ന് ട്രെയിനിന്റെ കയറ്റുമതി സാധ്യതകളും പരിശോധിച്ചു വരികയാണ്. അതുകൂടാതെ മറ്റൊരു വിവരം കൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ചെയർമാൻ ശാന്തനു റോയ് ആണ് ഈ ഒരു വിവരം പങ്കുവച്ചത്. റെയിൽവേ ഗതാഗതം, ഖനനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വിവിധ തരം ഹെവി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് BEML. എക്കണോമിക് ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കോച്ചുകൾ ഭാവിയിൽ വിദേശത്തേക്ക് കയറ്റി അയക്കുമെന്നാണ് ശാന്തനു റോയ് പറയുന്നത്. വന്ദേ ഭാരത്, മെട്രോ ട്രെയിനുകൾ എന്നിവയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ആദ്യം തന്നെ ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നതെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു. തെക്കേ അമേരിക്ക, ആസിയാനിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് മേഖല എന്നിവയാണ് കമ്പനി ലക്ഷ്യമിടുന്ന മികച്ച വിപണികളെന്ന് ശാന്തനു പറയുന്നു. നിലവിൽ BEML പൂർണ്ണമായും തദ്ദേശീയ ഉൽപാദനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിരുന്നാലും വന്ദേ ഭാരത് ട്രെയിനുകളുടെ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത വന്നേക്കാം. നിലവിൽ ഇന്ത്യൻ റെയിൽവേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയാണ്. നിലവിലെ 4% കയറ്റുമതി സമീപ ഭാവിയിൽ 10% ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ശാന്തനു റോയ് പറഞ്ഞു. കമ്പനിയുടെ പുതിയ വളർച്ചാ തന്ത്രത്തെക്കുറിച്ചും റോയ് വിശദീകരിച്ചു. പ്രതിരോധം, ഖനനം, മെട്രോ, റെയിൽ എന്നീ മേഖലകളിലായി തിരിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം. 3 വർഷത്തേക്കാൾ മികച്ച ലാഭമാണ് കമ്പനി സമീപകാലങ്ങളിലായി നേടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു വൻ കുതിപ്പാണ് ഇപ്പോൾ വന്ദേ ഭാരതിന്റെ വരവോടുകൂടി വന്നിരിക്കുന്നത്. ഇനിയും മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം പുതിയ പല പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുകയാണ്.